കരുവന്നൂർ മോഡൽ സാമ്പത്തിക ക്രമക്കേടിൽ കൊല്ലത്ത് UDF വിമതർ ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെ ED അന്വേഷണത്തിന് കളമൊരുങ്ങുന്നു. ക്രമക്കേടിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ഹൈക്കോടതി. കൃത്യമായ വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് കോടതി. എസ് ശ്രീകാന്ത് കൊച്ചിയിൽ ചേർന്നു. ശ്രീകാന്ത്, എന്തുകൊണ്ടാണ് അത് കരുവന്നൂർ മോഡൽ എന്ന് പറയുന്നത്? ഹാഷ്മി, കൊല്ലത്ത് UDF വിമതർ ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ വലിയ ഭീകരമായ തട്ടിപ്പ് നടന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്നിരുന്നു. പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഇത് പരമാവധി മറച്ചുവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ഇതിലെ നിക്ഷേപകർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത് കോടിക്കണക്കിന് രൂപയുടെ വലിയ തട്ടിപ്പ് ഇതിൽ നടന്നു എന്നുള്ളതാണ് ഹർജിക്കാർ ചൂണ്ടിക്കാണിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് വന്നതും. നിലവിലിപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ കോടതി ആഞ്ഞടിച്ചിരിക്കുകയാണ്. ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുകയാണോ എന്ന് സംശയിക്കുന്നു എന്ന് ഹൈക്കോടതി പറയുന്നു. കേസിൽ എത്ര FIRകൾ ഇട്ടിട്ടുണ്ട് എന്ന് ഹൈക്കോടതി ചോദിക്കുന്നുണ്ട്. കൃത്യമായ വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതിയിൽ പോയി കാല് പിടിക്കേണ്ടി വരുമെന്നും കോടതി ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാരിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേസ് എന്തായാലും ഇടിക്ക് കൈമാറും എന്ന് കോടതി വ്യക്തമാക്കി കഴിഞ്ഞു. അതിനു മുൻപ് നിങ്ങൾക്ക് നൽകാൻ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് നൽകൂ എന്നുള്ളതാണ് ജസ്റ്റിസ് അമിത് റാവൽ പറഞ്ഞിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. കരുവന്നൂർ മോഡൽ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുകയാണ്. കൊല്ലത്ത് ആണത്. കൃത്യമായ വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് കോടതി പറഞ്ഞത്. എന്തായാലും കൊല്ലത്ത് UDF വിമതർ ഭരിക്കുന്ന സഹകരണ ബാങ്കിനെതിരെ ED അന്വേഷണത്തിനാണ് കളമൊരുങ്ങുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു.